എല്ലാവർക്കും KMTVയുടെ വെസ്റ്റേൺ വയലിൻ ലെസൺ പാർട്ട് 35ലേക്ക് സ്വാഗതം. ഞാൻ അജയ്കുമാർ ജി. ഇന്ന് നമ്മൾ ഇറ്റാക്കോഹൻ വയലിൻ മെത്തേഡ് ബുക്കിലെ സ്റ്റെപ്പ് 19ലുള്ള 47th എക്സസൈസും ഇതുകൂടാതെ ബേസിക് എക്സസൈസ് ഒരു 4 എണ്ണവും ശകലം തിയറി ഇത്രയുമാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ഇറ്റാക്കോഹൻ്റെ ബുക്കിലെ 47th എക്സസൈസിലേക്ക് പോകാം. അപ്പോൾ ഇറ്റാക്കോഹൻ്റെ സ്റ്റെപ്പ് 19ലുള്ള 47th എക്സസൈസാണ് ഇത്. ബ്രൈറ്റ്ലി വായിക്കണം. ആദ്യത്തെ 2 ബാർ റെസ്റ്റാണ്. 4/4 ആണ് ഇതിൻ്റെ ടൈമിങ്. അതായത് ഒരു ബാറിൽ 4 ബീറ്റ് വെച്ച്. പിന്നെ ഇതിൻ്റെ അകത്ത് നിങ്ങൾ കണ്ടു കാണും ഷാർപ്പിൻ്റെ സൈൻ 3 എണ്ണമുണ്ട്. അപ്പോൾ അതിൻ്റെ മീനിങ് ആണ് എ ഷാർപ്പിൽ ഉള്ള സ്കെയിൽ എ ഷാർപ്പിലുള്ള എക്സസൈസാണ് ഇത്. അപ്പം നമുക്ക് ആ എക്സസൈസ് ഒന്ന് വായിക്കാം. ഇതാ, നിങ്ങൾ ഈ എക്സസൈസ് കണ്ടു കാണും. ചില സൈനുണ്ട്, ലെസ് താൻ ഗ്രേറ്റർ താൻ എന്നുള്ള സൈനായിട്ട് അത് തോന്നുന്നത്. പക്ഷേ അത് ഈ ആദ്യത്തെ സൈൻ എന്ന് പറയുന്നത് പിയാനോ സോഫ്റ്റി വായിക്കാനുള്ളത്. അതായത് ഇപ്പം ഫസ്റ്റ് ലൈനിലെ 3rd ബാറിലെ എക്സസൈസ് നമ്മൾ വായിച്ചുകൊണ്ടിങ്ങനെ ആദ്യ സൗണ്ട് കുറച്ച് വായിക്കണം. ഇങ്ങനെ വായിക്കണത്. രണ്ടാമത്തേത് ഫോർട്ടെ എഫ് എന്നുള്ളത്. അത് സൗണ്ട് ഗ്രാജുവലി റെഡ്യൂസായിട്ട് വരും. ആ രണ്ടും ആ ബുക്കിൻ്റെ മേളിലൊരു സ്ക്വയർ ഇട്ടിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് വായിക്കേണ്ടത് നമുക്ക് ഇപ്പം 1 സെക്കൻഡ് ലൈൻ ഫസ്റ്റ് സെക്കൻഡ് 3rd വായിക്കുമ്പോൾ നമ്മൾ വായിക്കുന്നത് എങ്ങനെ? അതാ ഇങ്ങനെ വായിക്കണം ഇത്. അപ്പം ഒന്നുകൂടെ ഞാൻ വായിച്ച് കാണിക്കാമത്. നിങ്ങളിത് 2 തവണയാണ് ഈ എക്സസൈസ് വായിക്കേണ്ടത്. അപ്പം അപ്രകാരം തന്നെ ഇത് വായിച്ച് പഠിക്കണം. രണ്ടാമത് ഞാൻ പറഞ്ഞു എ സ്കെയിലാണ്, എ മേജറാണ് ഇതിൻ്റെ സ്കെയില്. അപ്പോൾ അതിനകത്ത് 3 ഷാർപ്പുണ്ട്. FCG ആണ് അതിനകത്ത് ഷാർപ്പായിട്ട് വരുന്നത്. അപ്പം അത് കണ്ടുപിടിക്കേണ്ട വിധമൊക്കെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് വായിച്ച് പ്രാക്ടീസ് ചെയ്യുക. ഈ രണ്ടാമത്തെ മ്യൂസിക് ഷീറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ബേസിക് എക്സസൈസാണ്. അതായത്
ബീറ്റ് എന്ന് പറഞ്ഞാൽ ദ പൾസ് ഓഫ് മ്യൂസിക് എന്നാണ് ആ ബുക്കിൽ കൊടുത്തേക്കുന്നത്. നിങ്ങളതൊന്ന് വായിച്ച് പഠിക്കണം. ക്വാർട്ടർ നോട്ട് അതൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഹെഡ് അതിൻ്റെ ബ്ലാക്ക് ആയിരിക്കും, സ്റ്റെമ്മും ബ്ലാക്ക് ആയിരിക്കും. ക്വാർട്ടർ റെസ്റ്റ് അത് കഴിഞ്ഞ് കൊടുത്തിട്ടുണ്ട്. മ്യൂസിക്കൽ സ്റ്റഫ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് 5 ലൈൻ കാണും, അതിനുള്ളിൽ 4 സ്പേസ് കാണും. അങ്ങനെ മ്യൂസിക് എഴുതാൻ ഉപയോഗിക്കുന്ന ആ രീതിക്ക്, ആ ലൈൻ ഇടുന്ന രീതിയെ നമുക്ക് സ്റ്റഫ് എന്ന് വിളിക്കാം. പിന്നെ ബാർ ലൈൻ, ഒരു ബാർ കഴിഞ്ഞാൽ ഒരു വെർട്ടിക്കൽ ലൈൻ കാണും ബ്ലാക്ക്, അതിനെ ബാർ ലൈൻ എന്ന് പറയും. മെഷർ, അതായത് അതിനെ ആ ബാർ ലൈൻ ഇട്ട് തിരിച്ചേക്കുന്ന ഭാഗത്തിന് മെഷർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്ര നിങ്ങൾ കണ്ടു കാണും. ഇനിയും നമുക്ക് ലെറ്റ്സ് പ്ലേ ഓപ്പൺ ഡി ഒരു എക്സസൈസാണ് ചെറുത്. ഇത് നല്ലതായി എക്സസൈസ് ചെയ്ത് പഠിക്കുന്നത്. അപ്പോൾ വയലിനിലോട്ട് ശ്രദ്ധിക്കുക. ഒന്നുകൂടെ വായിക്കാം ഞാനത്. അപ്പം അതിനകത്ത് ലാസ്റ്റ് ബാറിലെ ഒരു നോട്ട് റെസ്റ്റാണ്. അത് കഴിഞ്ഞ് ഇനിയും മൂന്നാമത്തേത് ലെറ്റ്സ് പ്ലേ ഓപ്പൺ എ. ഇതെന്തിനാണ് നമ്മൾ വായിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നോട് കുറച്ച് ആൾക്കാർ പിന്നെ വാട്സപ്പിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങൾക്ക് ആ ബോ ഇടുമ്പം മറ്റുള്ള സ്ട്രിങ്ങിനെ കൂടെ തട്ടുന്നു, അതൊരു പ്രശ്നമാകുന്നു. അപ്പോൾ അത് മാറിക്കിട്ടാൻ വേണ്ടിയുള്ള എക്സസൈസ് കൂടാണിത്. അപ്പോൾ 2000 ഞാൻ പഠിക്കുന്ന സമയത്തിന് മുകളിലുള്ള ബുക്ക് ഞാനിന്ന് തപ്പിയെടുത്തിട്ടാണ് ഞാൻ അതിൻ്റെ പടം ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇട്ടേക്കുന്നത്. അപ്പം പ്രാക്ടീസ് ചെയ്യണം. ഇനി അടുത്ത 4th 2's A ടീം. അപ്പോൾ നമുക്ക് നോക്കാവൂ. ഇനി 5th എക്സസൈസ് നമുക്ക് നോക്കാം. അഞ്ചാമത്തെ എക്സസൈസ് ഞാൻ ഒന്നുകൂടെ വായിക്കാം. ഇത്രയും എക്സസൈസ് ഇന്നുള്ളൂ. ഞാൻ എൻ്റെ അവൈലബിൾ ആയിട്ടുള്ള ബുക്കുകൾ ഞാൻ പഴയത് എല്ലാം എടുത്ത് എന്നാൽ മാക്സിമം ഞാൻ ഇട്ട് തരാം. നിങ്ങളത് നല്ലപോലെ പ്രാക്ടീസ് ചെയ്യണം. ഇതിലെ ഓരോ എക്സസൈസും ഏത് എക്സസൈസ് പഠിപ്പിക്കുന്നോ അത് നല്ലപോലെ വായിക്കുക. ഒരു 10-20 ടൈം വായിക്കുക നിങ്ങൾ. അപ്പോഴേ നിങ്ങൾക്ക് വയലിനിലെ സൗണ്ടും എല്ലാം ക്ലിയറായി കിട്ടുകയുള്ളൂ. അപ്പോൾ ഒരു ചെറിയ കാര്യം കൂടെ ഞാൻ പറഞ്ഞിട്ട് നിർത്തുന്നു. നിങ്ങൾ വയലിൻ പ്രാക്ടീസ് ചെയ്യുന്നവർ വയലിൻ്റെ ട്യൂണർ ഉപയോഗിച്ച് അത് ട്യൂൺ ചെയ്യാനൂടെ നിങ്ങൾ പഠിക്കണം. ഇതൊക്കെ ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ രൂപത്തിൽ അത് ട്യൂൺ ചെയ്ത് വേണം ഉപയോഗിക്കാൻ, അല്ലെങ്കിൽ നമുക്കൊരു കേൾവി സുഖം ഉണ്ടാകുകയില്ല. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇത് സബ്സ്ക്രൈബ് ചെയ്യണം, ഈ ക്ലാസ് ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ അടുത്ത ഒരു ക്ലാസ്സുമായി കാണുന്നിടം വരെ ഞാൻ അജയകുമാർ ജി നിങ്ങളോട് തൽക്കാലത്തേക്ക് ഇവിടെ പറയുന്നു. നന്ദി, നമസ്കാരം.